ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഭൂമി മുഴുവൻ പോയി എൻ്റെ സാക്ഷികളാകുവീനെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ നാമത്തിൽ മിസോറാമിൽ നിന്ന് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. മിസോറാമിൽ മമിത് എന്ന ഡിസ്ട്രിക്റ്റിൽ, മമിത് സിറ്റിയിൽ, ഈ ടൗണിൽ വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെ തന്നു. ഞാനുണ്ട്, കർത്താവിൻ്റെ ദാസൻ. ത്രിപുരയിൽ വേല ചെയ്യുന്ന പാസ്റ്റർ അലോഷ്യസ്, ആസാമിൽ ഗോഹട്ടിയിൽ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡിലൻ. ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് ഇവിടെ മിസോറാമിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചേരാൻ ദൈവം കൃപ നൽകി. മിസോറാമിനെ കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മിസോറാമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള സിറ്റുവേഷൻസ്, ഇവിടെയുള്ള ക്രിസ്ത്യാനിറ്റി, ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ്, ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഇവരുടെ ജീവിതം എങ്ങോട്ട് എന്നൊരു ചോദ്യചിഹ്നം ബാക്കിയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. കാരണം ധാരാളം ചെറുപ്പക്കാരെ ഈ യാത്രയിൽ ഞങ്ങൾ സന്ധിപ്പാനിടയായി തീർന്നു. ഞാൻ മിസോറാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഉള്ളത്തിൽ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആത്മാവിൽ. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് പറയുന്നുണ്ടല്ലോ, പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് പറയുക, റോമലേഖനം 9-ാം അധ്യായം 1-2 വാക്യത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഇടപെടാതെ നോവുണ്ടെന്ന് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് പറയുന്നു. അപ്പോൾ ആത്മഭാരത്തെക്കുറിച്ചുള്ള വചനങ്ങളാണല്ലോ അത്, ഹൃദയത്തിലെ ബേർഡനെ കുറിച്ചുള്ള വചനങ്ങളാണല്ലോ. ഇപ്പം മിസോറാമിൽ വന്നത് വലിയ ഭാരമൊന്നും എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ ക്രിസ്തു നിമിത്തം നമ്മുടെ ഉള്ളം ഭാരപ്പെട്ടു പോകും. ആത്മാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ചില പ്രസ്ബിറ്റേറിയൻ ചർച്ചസിൽ കടന്നുപോയി. 2 പ്രസ്ബിറ്റേറിയൻ ചർച്ചസ് ഞങ്ങൾ കടന്നു പോകാൻ കർത്താവ് കൃപ നൽകി. ഇവിടെ ലൂതറൻ മിഷന്റെ ചർച്ചുണ്ട്, അതുപോലെ ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ഇവിടെയുണ്ട്. പല ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് മിസോറാം. പക്ഷേ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട ഒരു വലിയ ജനതയാണ് മിസോറാമിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നും വിചാരിക്കാനില്ല. പ്രസ്ബിറ്റേറിയൻ ചർച്ചിലെ പാസ്റ്ററിനോട് എന്താണ് പ്രാർത്ഥന വിഷയം എന്ന് ചോദിച്ചപ്പോൾ 2 പാസ്റ്റേഴ്സും പല കാര്യങ്ങൾ പറഞ്ഞതിലും ഏറ്റവും ഊന്നി പറഞ്ഞത് യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു മിസോറാം ട്രഡീഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. ആ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നത് കണ്ടു. അതിശയോക്തിയായിട്ട് തോന്നരുത് സഹോദരങ്ങളെ. നമ്മുടെ മിസോറാമിന്റെ ബോർഡറാണല്ലോ മ്യാൻമർ, ബർമ എന്ന് പഴയ സമയത്ത് നമ്മൾ നമ്മുടെ അയൽ രാജ്യത്തെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അത് മ്യാൻമർ ആയല്ലോ. മണിപ്പൂരിലേക്കും നാഗാലാൻഡിലേക്കും ഈ മിസോറാമിലേക്കും ഒക്കെ ഡ്രഗ്സ് വരുന്നത് മ്യാൻമറിൽ നിന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന സത്യമാണ്. ഇവിടെ അതൊരു കൾച്ചറിന്റെ ഭാഗം പോലെയാണ് ഡ്രഗ്സ്. നമ്മുടെ കേരളത്തിലും ഇന്ന്